പി കെ ഗോവിന്ദൻ പറയാം, ഈ പദ്ധതി തൂഫാൻ പദ്ധതി പൂട്ടിയതും വി.ഡി. സതീശൻ്റെ MDMA കോർഡിനേറ്റേഴ്സുമായി ഇടപെടലുമൊക്കെ എന്തായാലും രജിൻ തന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നുണ താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് 2023 നവകേരള മാർച്ച് സദസ്സുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി ഈ MDMA കേസ് പ്രതിയെ പരിചയപ്പെട്ടതെന്ന് പറയുന്നത്. പിന്നീട് കണക്കുകൾ വിവരങ്ങൾ പുറത്തു വന്ന് 2023 മുതൽ പരിചയമുണ്ടെന്നൊക്കെ വരികയും ചെയ്തു. ഈ കള്ളങ്ങൾ ഓരോന്ന് പൊളിയുമ്പോഴും വീണ്ടും വീണ്ടും പുതിയ പുതിയ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും തൂഫാൻ്റെ കാര്യം പൊളിഞ്ഞു പോയി എന്നുള്ളതും പൂട്ടി എന്നുള്ളതും രജിൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. രതീഷ് ചക്രപാണി, താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു 2 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഏറ്റവും ആദ്യം സിജു, താങ്കൾ എന്നോട് പറഞ്ഞത് ഇപ്പം ലൈഫ് മിഷൻ്റെ വീടുകളിൽ എംബ്ലം പതിക്കുന്നത് ഞാൻ വിട്ടുപോയതായിരിക്കും പറഞ്ഞു. ഞാൻ വിട്ടുപോയതല്ല, യഥാർത്ഥത്തിൽ അതെല്ലാം കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തത് അല്ല ഞാൻ പറഞ്ഞോട്ടെ, കണക്ക് 51 ഞാൻ നോക്കി, താങ്കൾ കൃത്യമായി കണക്കെടുത്തിട്ടുണ്ട്. 51 നുണകൾ, അത് വളരെ കൃത്യമായ കണക്കാണ്. പിന്നെ ചെറിയ ചെറിയ കള്ളങ്ങൾ അതുകൂടി കൂട്ടുമ്പോൾ ഏകദേശം 100 കണക്ക് വരും. താങ്കൾ കൃത്യമായി സ്റ്റഡി അല്ല ഇനി ഒരു നുണ കൂടി ഞാൻ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ നുണയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ലോകം ഞെട്ടിയ നുണയാണ്. ആ നുണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ 10,000 കോടി രൂപയുടെ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി വരുന്നു എന്നാണ്. അത് ലോകം മുഴുവൻ ഞെട്ടി. കാരണം എന്താണെന്നറിയോ, ടാറ്റയ്ക്ക് 100ഓളം വരുന്ന കമ്പനികളുണ്ടെങ്കിൽ പോലും അതിൽ ഒരെണ്ണം പോലും ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടതില്ല. അവർ ബോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കമ്പനിയുണ്ട്, അത് തന്നെ വളരെ ചെറിയ സബ്സിഡിയറിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്തുള്ള വലിയ ബിസിനസ് ആളുകളടക്കം യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ടാറ്റ പുതിയതായിട്ടൊരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി തുടങ്ങുന്നു, ആ തുടങ്ങുന്ന കമ്പനി കേരളത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പറയുന്ന KMRലുമായി ബന്ധപ്പെട്ട് 30 കോടി രൂപ മറ്റേ KMRലുമായി ബന്ധപ്പെട്ട് KMMLുമായി ബന്ധപ്പെട്ട് ഒരു 300 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ കള്ളം പറഞ്ഞത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും അതേവിടെ നിൽക്കട്ടെ. റജിന സുണ്ണിത്താൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം റജിന സുണ്ണിത്താൻ പറഞ്ഞു. അത് റജിൻ പറഞ്ഞിട്ട് റജിൻ തന്നെ മനസ്സിലായത് പ്രശ്നമാണെന്ന് പറഞ്ഞ് പതുക്കെ അങ്ങ് വിട്ടു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ ഈ പറയുന്ന പോലെ വരുമാനം കൂട്ടി അത് ഒരിക്കലും അവർക്കെടുക്കാൻ കഴിയില്ല, അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിനിയോഗിക്കേണ്ടി വരുമെന്ന്. ആളുകളുടെ കയ്യിലുള്ള പണമുണ്ട്, വളരെ സന്തോഷത്തിലാണെങ്കിൽ പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ പണം കൊടുത്തൊന്നും സഹായിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റജിൻ തന്നെ പറയുന്ന കാര്യങ്ങളിൽ വലിയ അതിശയോക്തിയുണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തത്, റജിൻ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നണത് വയനാടല്ല പോയേക്കണത്, മലപ്പുറത്തോ എറണാകുളത്തോ വന്ന് ഇറങ്ങി വയനാടാണെന്ന് വിചാരിച്ചെന്നാണ് എൻ്റെ തോന്നൽ. കാരണം അവിടെ ആകുമ്പോൾ ഒരു 100 200 അല്ല വേണമെങ്കിൽ 500 1000 വീടുകളോ കാണാം. ഈ 100 വീടുകൾക്ക് പെർമിറ്റ് പോലും അവിടെ കിട്ടിയിട്ടില്ല. റജിൻ വെറുതെ കള്ളം പറയരുത്. കാരണം ഉത്തരവില്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങോട്ട് 100 വീടെന്ന് പറയരുത്. ഒരു 100 വീടിൻ്റെ പണിയും അവിടെ തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാനും റജിനൊക്കെ ഒരുമിച്ച് പോകാൻ തയ്യാറാണ്. പക്ഷേ അതിന് മുമ്പ് റജിൻ ആദ്യം പോയെന്ന് കണ്ടിട്ട് വരൂ, എന്നിട്ട് റജിൻ്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഞങ്ങളെ കൂടി വന്ന് വിളിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് ഓണക്കിറ്റുകൾ അത് കഴിഞ്ഞ തവണ പിണറായി വിജയൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്നെ വന്ന് പത്രസമ്മേളനം നടത്തിയ പറഞ്ഞത് 6 ലക്ഷം കിറ്റുകൾ കൊടുത്തു എന്നാണ്. ഇത്തവണ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞത് ഏതാണ്ട് 50,000 ചില്ലുവാനും കിറ്റുകൾ മാത്രമാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നമുക്കറിയാം 16 ലക്ഷത്തോളം പേർക്ക് കൊടുക്കാനും 31 ലക്ഷത്തോളം പേർക്ക് കൊടുക്കേണ്ടി വരുമെന്നും കണക്കൂട്ടിയിരുന്ന ഒരു കാര്യമാണ്. അത് അപ്പാടെ തന്നെ നിർത്തലാക്കി, അതില്ലാതാക്കി. സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി വീതം കൊടുക്കാമെന്ന് പറഞ്ഞു, അത് 4 കിലോയായി ചുരുക്കിയിരുന്നു. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പട്ടികവർഗ വിഭാഗക്കാർക്ക് കഴിഞ്ഞ തവണയൊക്കെ ഓണ സമ്മാനമായിട്ട് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 1000 രൂപ വീതം കൊടുത്തിരുന്നു. ഇത്തവണ 1000 രൂപ വേണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് കൃത്യമായി പ്രേക്ഷകർ കേൾക്കണം, മുണ്ടു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തിന്? അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇനി ധനസ്ഥിതിയെക്കുറിച്ച് അടുത്ത 9 മാസത്തേക്ക് 32,484 കോടി രൂപ കടമെടുക്കാനാണ് പരിധിയുള്ളതെങ്കിൽ അതിൽ 30,462 കോടിയും കടമെടുത്ത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 2027 കോടി മാത്രമേ ഇനി കടമെടുക്കാൻ ബാലൻസ് ഉള്ളൂ. ഈ കടമെടുക്കുന്നതിനെക്കുറിച്ച് പരിഹസിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണിത്. യഥാർത്ഥത്തിൽ ഒരു പരിപാടിയും ഇവിടെ നടന്നിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്വപ്നലോകത്താണ് റജിന സുണ്ണിത്താൻ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം അദ്ദേഹം വയനാട് 100 വീട് കൂടി പണിയുന്നു എന്ന് പറഞ്ഞപ്പോൾ. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നു. ഇനി രാഷ്ട്രീയമായി എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയമായി യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു. ലേബർ കോഡ് മുതൽ ഈ പറയുന്ന സർവകലാശാലകൾ മുതൽ വഖഫ് ബോർഡിലെ വിഷയം മുതൽ യഥാർത്ഥത്തിൽ PM ശ്രീ വരെ വലിയ തോതിലുള്ള മലക്കം മറിച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് വരെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ പോലും വലിയ അസംതൃപ്തിയിലാണ്. കാരണം ഇതുപോലത്തെ ഒരു
മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കാരണം അവർ കോൺഗ്രസ്സുകാരെ കേൾക്കാത്ത, കോൺഗ്രസിൻ്റെ സംഘടനയോട് യാതൊരുവിധ വിധേയത്വവും പുലർത്താത്ത, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയുന്ന, യാതൊരുവിധ ധാർമ്മികതയും പുലർത്താത്ത ഒരു മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നു. കൂട്ടത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അനുദിനം കേരളത്തിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ കെ കരുണാകരനുണ്ട്, എ കെ ആന്റണി ഉണ്ട്, നിരവധി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, നിരവധി മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ പല കാലഘട്ടങ്ങളിൽ വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഇതുപോലെ പച്ചക്കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ PMCയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റേതെങ്കിലും ടാറ്റയുടെ 10,000 കോടി വരുന്നു എന്ന കാര്യത്തിൽ, ഇതിലൊക്കെ നുണ പറയുമ്പോൾ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മേനി നടിക്കലോ ഗുണമോ സ്വന്തമായി ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കാം. പക്ഷെ അതൊന്നുമില്ലാത്ത മുഖ്യമന്ത്രി വന്ന് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഈ പറഞ്ഞ പോലെ പഴംപൊരിയും ഇഡ്ഡലിയും അതുപോലെ പായസവും ഒക്കെ കയറ്റുമതി ചെയ്യുന്നു, സാമ്പാറും ഒക്കെ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുന്നു. കൂടാതെ പറയുന്നു ഇത് 10 കൊല്ലം മുമ്പ് ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കണം, 10 കൊല്ലം മുമ്പ് ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ നമുക്കൊരു 10,000 കോടിയോ 20,000 കോടിയോ കൂടി കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അനാവശ്യം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഡിഗ്നിറ്റിയും അന്തസ്സും കീപ്പ് ചെയ്യാതെ, ഈ പറയുന്ന പോലെ യാതൊരു വിധത്തിലുള്ള ഒരു ധാർമ്മികതയും പുലർത്താതെ യഥാർത്ഥത്തിൽ അദ്ദേഹം തോന്നിയത് പറയുകയും തോന്നിയത് സംസാരിക്കുകയും ചെയ്തു. ഇനി ഇപ്പം പോലും റെജിന സുണ്ണിത്താനടക്കം കോൺഗ്രസിലെ ഒരു നേതാവ്, KC വേണുഗോപാലടക്കം, ഞാൻ ഉത്തരവാദിത്വത്തോടെ പറയുന്നു, KC വേണുഗോപാലടക്കം ഒരു നേതാവിനും അറിയാത്തൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിലേക്ക് വരാൻ പോകുന്ന വമ്പൻ ഇൻവെസ്റ്റർ ആരാണ്, തമിഴ്നാട് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയിട്ടുള്ള വമ്പൻ ഇൻവെസ്റ്റർ ആരാണ്, ആർക്കും അറിയില്ല. KPCC പണിയുന്ന വീടുകൾ എത്രയാണ്, KPCC ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല 100 വീടുകൾ ഞങ്ങൾ പണിയാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ യാതൊരുവിധ ധാരണകളുമില്ലാത്ത ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ആ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നു. BJP തന്നെ ഇരുന്ന് പറയുന്നു ഞങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ ഞങ്ങൾ ഗവർണർമാരോട് യാതൊരു വിധത്തിലും ഉടക്കുണ്ടാക്കാനില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യം മുതൽ, വികസനം മുതൽ, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ മുതൽ, നിലപാടില്ലായ്മകൾ മുതൽ, കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ടകൾ മുതൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും ഇത് എന്നുള്ളത്